പ്രിയപ്പെട്ടവരെ, അത് തന്നെ നിങ്ങളുടെ ഈ സന്തോഷ ദിവസത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സംതൃപ്തിയും സന്തോഷവും ഞാനും പങ്കുവയ്ക്കുകയാണ്. ഇതുപോലെ ഒരു പൊതുപരിപാടി പങ്കെടുക്കാൻ പോകുമ്പോൾ എനിക്കെപ്പോഴും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം, ഞാൻ വേദിയിലേക്ക് വരുന്നതിന് മുൻപ് എന്നെക്കുറിച്ച് കുറേ നല്ല കാര്യങ്ങൾ പറയും, കുറേ പുകഴ്വാക്കുകൾ പറയും. ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനാണ് നമ്മൾ കാത്തിരിക്കുന്നത് എന്ന് പോലും പറയും. അപ്പോൾ എനിക്ക് വല്ലാതെ നെഞ്ചിടിപ്പ് വരും. കാരണം ആ പ്രസംഗം ആ നിലയ്ക്ക് ആ പ്രത്യാശയോട് നീതി പുലർത്താനുള്ള ബാധ്യത ഉണ്ടല്ലോ എന്ന ആശങ്ക എനിക്കുണ്ട്. ആ നിലയ്ക്കൊരു പ്രൊഫഷണൽ പ്രാസംഗികനല്ല ഞാൻ. ആ ജാമ്യം ഞാൻ ആദ്യമേ എടുക്കുകയാണ്. ഇപ്പം എൻ്റെ കൂടെ ഉണ്ട് നഹാസ് മാള. അദ്ദേഹവും പറയുകയാണ്, ഞാൻ തിരിച്ചും പറയായിരുന്നു. പ്രത്യേകിച്ചൊരു ടൈറ്റിലില്ലാതെ ഒരു പൊതുവേദിയിൽ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഞാനൊരു മാധ്യമപ്രവർത്തകൻ, വാർത്താവതാരകനാണ്. വാർത്തയാണ് വായിക്കൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തെ ചൊല്ലിയുള്ള ചർച്ച, കമൻസ്, ഇതൊക്കെയാണ് നമ്മുടെ ശീലം. ഇപ്പം എൻ്റെ മുമ്പിൽ പ്രത്യേകമായ വിഷയങ്ങളൊന്നുമില്ല എന്ന പരിമിതിയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ്, എത്ര സഹിഷ്ണുതയോടെയാണ് കേട്ടുകൊണ്ടിരിക്കുക പോലെയുള്ള ആശയക്കുഴപ്പം സീരിയസ്ലി എൻ്റെ ഉള്ളിലുണ്ട്. എങ്കിലും ഒരു സ്കൂളിൻ്റെ വാർഷിക ദിവസത്തിൽ അതിൻ്റെ വലിയ ചരിത്ര പഥത്തെക്കുറിച്ച് നേരത്തെ സംസാരിച്ച എല്ലാവരും പറഞ്ഞു. അല്പം മുമ്പ് കണ്ട AVയിലും അതിൻ്റെ ഒരു വലിയ ചരിത്രം പറഞ്ഞു. അതിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് അതിൻ്റെ സാരഥികൾ പറയുന്നത് കേൾക്കുന്നു. നിശ്ചയമായും ഒരു സ്കൂൾ അതിൻ്റെ ഓരോ വാർഷികവും കടന്നു പോകുന്നത് സമൂഹത്തോടുള്ള വലിയ ഒരു ഉത്തരവാദിത്തം നിറവേറ്റിക്കൊണ്ടാണ് എന്നത് പ്രധാന കാര്യമാണ്. ഒരു നാട്ടിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക്, കുറേ ആളുകൾക്ക് ആ നാടിനു വേണ്ടി നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്ത് സംഭാവന ചെയ്യാം എന്നൊരാലോചന വന്നാൽ നിശ്ചയമായും അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മഹത്തരമായ കാര്യം കുഞ്ഞുങ്ങൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങാം എന്ന ആശയം ഉണ്ടാക്കുകയാണ്. ആശയത്തിന് വേണ്ടി പണിയെടുക്കുകയാണ്. ആ ആശയം സ്ഥാപിതമാകാൻ വേണ്ടി പ്രയത്നിക്കുകയാണ്. ആ നിലയ്ക്ക് ഈ സ്ഥാപനത്തിന് കല്ലുപാകിയ മനുഷ്യർ, അതിന് വെള്ളവും വളവുമേകിയ മനുഷ്യർ, ഇപ്പോഴും അതിനെ കൈപിടിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യർ, അവർ ഈ സമൂഹത്തോട് വലിയ ഉത്തരവാദിത്വം നിറവേറ്റുന്നവരാണ്. പോയ തലമുറകളോട്, ജീവിക്കുന്ന തലമുറയോട്, ഇനിയും വരാനിരിക്കുന്ന പരശതം തലമുറകളോടുള്ള വലിയ ഉത്തരവാദിത്വം നിറവേറ്റുന്നവർ എന്ന നിലയ്ക്ക് നാം അവരെ എല്ലാവരെയും നന്ദിയോടെ ഓർക്കേണ്ടതുണ്ട്. അവർ നമ്മുടെ നാടിനെ സൃഷ്ടിക്കുന്നവരാണ്. ആ നിലയ്ക്കുള്ള അഭിവാദ്യം ഞാനും ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമായവർ, ഇതിനോട് ഏതെല്ലാമോ നിലയ്ക്ക് സഹകരിക്കുകയും കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവരോടുമുള്ള അഭിവാദ്യം ഞാനും രേഖപ്പെടുത്തുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്കൂൾ വാർഷികത്തിൽ എന്താണ് പറയുക എന്ന് ചോദിച്ചാൽ സത്യത്തിൽ ചില കാര്യങ്ങൾ വളരെ പൊതുവായി തന്നെയും പറയാനുണ്ട്. ഒരു സ്കൂൾ സ്ഥാപിക്കുമ്പോൾ കുട്ടികളെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുക, നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുക, മൂല്യധാർമ്മിക ബോധ്യമുള്ള തലമുറയെ സൃഷ്ടിക്കുക, വലിയൊരു ഉത്തരവാദിത്തമാണത്. ആ ഉത്തരവാദിത്തത്തിന് പലതരത്തിലുള്ള അതിൻ്റെ തലങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ കാലത്തും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് എന്താണ് എന്നതിനെ ചൊല്ലിയുള്ള ഡിസ്കഷൻസ് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ക്ലാസ് മുറിയിലെ കാര്യങ്ങൾ മാത്രമല്ല പഠിക്കേണ്ടത്, നമ്മൾ എത്രയോ കാലമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാചകമാണ്. പുസ്തകത്തിലേത് മാത്രമല്ല പഠിക്കേണ്ടതെന്ന് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ ക്ലാസ് മുറിയുടെ എല്ലാ വാതായനങ്ങളും തുറന്നു, നമ്മുടെ ക്ലാസ് മുറിയുടെ എല്ലാ വാതിലുകളും തുറന്നിടൂ. പുറത്തുനിന്നുള്ള കാറ്റ് മുഴുവൻ അകത്തേക്ക് വരട്ടെ. പുറത്തുള്ള മുഴുവൻ കാഴ്ചയും കുഞ്ഞുങ്ങൾ കാണട്ടെ. അകത്തുള്ളത് മാത്രമല്ല, പുറത്തെ കാഴ്ചകളാണ് സത്യത്തിൽ കാണേണ്ടത് എന്ന ബോധ്യം അവരിലുണ്ടാവട്ടെ. അത് വസ്തുതാപരമാണ്, അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ പുറത്തുള്ള ഏതൊക്കെ കാഴ്ചകളെക്കുറിച്ച് അവർക്ക് ബോധ്യം ഉണ്ടായിരിക്കണം. അവരെ നാം എങ്ങനെയാണ് പഠിപ്പിച്ചെടുക്കേണ്ടത്, അവർ പഠിക്കേണ്ടത് എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്നതിലൊരു വ്യക്തത ഉണ്ടായി പോവുക എന്നത് ഈ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൻ്റെ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവരെ കാത്തിരിക്കുന്ന ലോകം സങ്കീർണതകളുടെ ലോകമാണെന്ന്, കാലുഷ്യങ്ങളുടെ ലോകമാണെന്ന്, അവരെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചാനയിക്കാൻ വരൂ കുഞ്ഞുങ്ങളെ, മനോഹരമായൊരു ജീവിതവും കാലവും നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ലോകമല്ല പുറത്ത് കാത്തിരിക്കുന്നതെന്ന്. സങ്കീർണ വെല്ലുവിളികളുടെ ഒരു കാലമാണ്. ആ കാലത്തെ അതിജയിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ജീവിതം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ തൊഴിലിനെ കുറിച്ച് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ വരുമാനത്തെക്കുറിച്ചും നമ്മുടെ കുടുംബത്തെക്കുറിച്ചും ശ്രദ്ധിച്ചാൽ മതി, ലോകത്ത് നടക്കുന്ന വലിയ കാര്യങ്ങളെക്കുറിച്ചും നമുക്കൊരു ബോധറേഷൻ വേണ്ട എന്ന സ്വാർത്ഥമോഹികളായി നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തില്ല എന്നതായിരിക്കണം രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക്, അധ്യാപകർ നിലയ്ക്ക് നമുക്കുണ്ടാക്കേണ്ട പ്രാഥമിക പാഠം, ബോധ്യം. കാരണം ടെക്സ്റ്റ് ബുക്കിലുള്ളത് മാത്രം പഠിച്ചാൽ, ലാബിൽ നിന്ന് പഠിക്കുന്നത് മാത്രം പഠിച്ചാൽ അതിജീവിക്കാൻ കഴിയാത്ത വിധം സംഘർഷഭരിതമായ ഒരു ലോകത്തേക്കാണ് കുഞ്ഞുങ്ങളെ ഇറങ്ങിച്ചൊല്ലാൻ പോകുന്നത്.
അതുകൊണ്ട് വെല്ലുവിളികൾ എന്താണ് എന്ന് പഠിപ്പിക്കാൻ, രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഇടപെട്ടിട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നിങ്ങളിൽ വന്ന് ഇടപെടും എന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ വ്യവസായികളിൽ ഒരാളായ ഒരാൾ, സർവ്വതും കീഴടക്കിയ ഒരു മനുഷ്യൻ, എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലെ സർവ്വ നേട്ടങ്ങളും ഞാൻ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞ ഒരാൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ കഥകടച്ചിരുന്ന് നെഞ്ചിൽ നിറയൊഴിച്ചു മരിച്ചു. കേന്ദ്ര സർക്കാർ ഏജൻസികൾ അദ്ദേഹത്തെ ആഴ്ചകളായി വേട്ടയാടുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഞാൻ വീണ്ടും പറയുകയാണ്, രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഇടപെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ ഏത് സാമ്രാജ്യത്തിൻ്റെ നെറുകിൽ പോയി നിന്നാലും അത് നിങ്ങളെ തേടി വരും. നിങ്ങളത് സ്പർശിക്കാതെ കടന്നു പോവില്ല. ഇന്ത്യയിൽ നിങ്ങളുടെ ജാതിയും മതവും പേരും ദേശവും ചോദിക്കപ്പെടാതെ നിങ്ങൾ നിങ്ങളുടെ കാലം ജീവിച്ചു തീർക്കാൻ പോകുന്നില്ല എന്ന് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാഷ്ട്രത്തെ ഉണ്ടാക്കിയത് എങ്ങനെയാണ്, അതെങ്ങനെ ആയിരിക്കണമെന്നാണ്. അതൊരു സൗഹാർദ്ദ ദേശമായിരിക്കണമെന്ന്, അത് പാരസ്പര്യങ്ങളുടെ ഒരു നാടായിരിക്കണം എന്നാണ് അവർ സ്വപ്നം കണ്ടത്. ഇതൊരു മതരാഷ്ട്രമാകണമെന്ന്, ഇതൊരു ഏകാധിപത്യ രാജ്യമാകണമെന്നല്ല ഈ രാജ്യമുണ്ടാക്കാൻ പണിയെടുത്ത, പ്രയത്നിച്ച, വിഭാവനം ചെയ്ത മനുഷ്യന്മാർ ആലോചിച്ചത്. പക്ഷെ ആ വഴിക്കല്ല നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഈ രാജ്യത്തെ അതിൻ്റെ ശരിയായ വഴിയിലേക്ക് തിരികെ പിടിച്ചുകൊണ്ടൊന്ന് പുനഃസ്ഥാപിക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാവർക്കുമുണ്ട് എന്ന് നാം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? സമാധാനമില്ലാത്ത ഒരു നാട്ടിൽ ഒറ്റയ്ക്കൊരു ജീവിതം സാധ്യമല്ല കേട്ടോ. സ്വസ്ഥമായൊരു ജീവിതം സാധ്യമല്ല കേട്ടോ. സംഘർഷങ്ങളുള്ള ഒരു നാട്ടിൽ നല്ലൊരു കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റിന് പോലും വരില്ല കേട്ടോ. സൗഹാർദ്ദമില്ലാത്ത ഒരു നാട്ടിൽ സമാധാനപരമായി തൊഴിലെടുക്കാൻ പോലും കഴിയില്ല കേട്ടോ. നമ്മൾ കേരളത്തിൻ്റെ പുറത്തുള്ള സർവകലാശാലകളിൽ പോയി ഈ പറയുന്ന അസ്വസ്ഥതകൾക്കിടയിൽ ജീവിക്കാൻ കഴിയാതെ ജീവനൊടുക്കിപ്പോയ എത്രയോ കുഞ്ഞുങ്ങളുടെ ഉദാഹരണം കാണാൻ കഴിയും. അതുകൊണ്ട് സൗഹാർദ്ദവും സമാധാനവും ഉണ്ടാക്കാതെ നല്ല തൊഴിലുമില്ല, നല്ല വിദ്യാഭ്യാസവുമില്ല, നല്ല കുടുംബജീവിതവുമില്ല. ഇന്ത്യയിലെ കലാപം, കൊല്ലപ്പെട്ടു പോയ മനുഷ്യർ, റേപ്പ് ചെയ്യപ്പെട്ടവർ, അവരൊക്കെയും രാഷ്ട്രീയത്തിൽ ഇടപെട്ടവരായിരുന്നില്ല. പക്ഷെ രാഷ്ട്രീയ പദ്ധതിക്ക് വേണ്ടി ഉണ്ടാക്കിയ പരിപാടികൾക്കകത്ത് അവർ കുടുങ്ങിപ്പോയ മനുഷ്യരാണ്. അതുകൊണ്ട് ഈ നാടിനെ തിരികെ പിടിക്കാനുള്ള വലിയ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാകാൻ നാം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. മറ്റൊന്ന്, നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന്, നിങ്ങൾക്ക് നല്ല ഒരു സ്കൂൾ വേണം എന്നാഗ്രഹമുള്ള മനുഷ്യരെ നിങ്ങൾക്ക് ചുറ്റും കിട്ടി. അവർക്ക് വേണ്ടി സ്കൂളുണ്ടാക്കി. ദശാബ്ദങ്ങൾ കൊണ്ട് അവർ മികച്ച ഒരു വിദ്യാലയം കെട്ടിപ്പടുത്തു. ഇനിയും നിങ്ങൾക്ക് വേണ്ടി അവർ വലിയ സ്വപ്നങ്ങൾ കാണുന്നു. അതിനുവേണ്ടി അവർ പ്രയത്നിക്കുന്നു. ഇതൊന്നുമില്ലാത്ത കോടാനുകോടി മനുഷ്യർ നരകിച്ച് ജീവിക്കുന്ന ഒരു നാട്ടിലാണ് നിങ്ങൾക്ക് ഈ പ്രിവിലേജ് ഉള്ളത് എന്ന കാര്യം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു വലുതാകുമ്പോൾ, നല്ല സ്കൂളിൽ പഠിച്ചു വലുതാകുമ്പോൾ, നിങ്ങളൊരു കര പറ്റുമ്പോൾ, നിങ്ങളുടെ ഒരു വിജയത്തിൻ്റെ ആനുകൂല്യം കിട്ടാൻ കാത്തിരിക്കുന്ന കോടാനുകോടി മനുഷ്യർ പുഴുക്കളെ പോലെ ഈ നാട്ടിൽ നരകിക്കുന്നുണ്ട് എന്ന് നമ്മൾ വെറുതെ കോഴിക്കോട് ബീച്ചിൽ പോയാൽ കാണാൻ പറ്റുന്ന കാഴ്ചയുണ്ട്. അവിടെ ബലൂൺ നിൽക്കാൻ നിൽക്കുന്ന പിതാവിൻ്റെ കാലിൽ ചേർത്ത് പിടിച്ച് കിടന്ന് ഉറങ്ങുന്ന കുഞ്ഞുങ്ങളെ കാണാം. അവർ സ്കൂൾ എന്ന് പറയുന്ന സംഗതി വിധിച്ചിട്ടില്ലാത്തവരാണ്. അതുകൊണ്ട് നിങ്ങളൊരു കര പിടിക്കുമ്പോൾ നിങ്ങൾക്കൊരു നേട്ടം ഉണ്ടാകും, അതിൻ്റെ ഒരു ഡിവിഡൻഡ് കിട്ടുമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്ന കോടാനുകോടി മനുഷ്യർ ഈ നാട്ടിലുണ്ട് എന്ന്, സ്കൂള് കാണാത്ത മനുഷ്യരുണ്ടെന്ന് അവരോട് അനുതാപത്തോടെ നോക്കാൻ, നിങ്ങളുടെ ഹൃദയവിശാലതയുടെ കരങ്ങൾ അവരിലേക്ക് കൂടി നീട്ടാൻ നിങ്ങൾ കുഞ്ഞുങ്ങളോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തെ സമഭാവനയുടെ, തുല്യനീതിയുടെ ലോകമായി മാറ്റാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നാം പഠിപ്പിക്കേണ്ട പ്രധാന പാഠങ്ങൾ, അവര് സങ്കീർണതകളെയും കാലുഷ്യങ്ങളെയും അതിജീവിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ ബോധ്യമുള്ള മനുഷ്യർ. അത് കക്ഷി രാഷ്ട്രീയമല്ല, സമൂഹം എന്താണ് എന്ന് പഠിക്കാൻ, അടുത്തിരിക്കുന്ന കുട്ടി ആരാണ് എന്ന് പഠിക്കാനുള്ള ബോധ്യം ഉണ്ടാവണം. അടുത്തിരിക്കുന്ന കുഞ്ഞും എന്നെപ്പോലെ പ്രിവിലേജുള്ള കുഞ്ഞാണോ എന്ന്, അവൻ വരുന്ന വീട് ഏതാണെന്ന്, അവൻ സമാധാനമുള്ള നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നുമാണോ വരുന്നതെന്നൊക്കെ ചോദിക്കാനും പറയാനും പഠിക്കാനുമുള്ള ഒരു എന്താണ് ഒരു 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 കരുതലുണ്ടാവണം. അത് നമ്മൾ കുട്ടിയെ പഠിപ്പിക്കണം. രണ്ടാമത്തെ കാര്യം എന്താണ്, നമ്മൾ ഒരുപാട് പ്രിവിലേജുള്ളവരാണ്. കൊല്ലപ്പെടുന്ന മനുഷ്യരുണ്ട്. ജീവിതം അതിൻ്റെ ബാല്യകാലം പൂർത്തിയാക്കാൻ കഴിയാതെ കൊല്ലപ്പെട്ടു പോയ ഹതഭാഗ്യരായ കോടാനുകൂടി മനുഷ്യരുള്ള ലോകത്ത്, രാജ്യത്ത്, ദേശത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ എല്ലാ നേട്ടങ്ങളുടെയും അർഹത, അതിൻ്റെ നേട്ടങ്ങളുടെ ഒരു ഡിവിഡൻഡ്, അതിൻ്റെ വിഹിതം കിട്ടാൻ ബാധ്യതപ്പെട്ടവർ ഇന്ത്യയിലുണ്ട് എന്ന് നാം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാ നിലയ്ക്കും നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ മൂല്യബോധമുള്ള, സാംസ്കാരികമായ ബോധ്യമുള്ള, ധാർമ്മിക ബോധ്യമുള്ള, പുതിയ കാലത്തെ കാണാൻ കഴിയുന്ന കുട്ടികളെ സൃഷ്ടിക്കാനുള്ള ഈ സ്ഥാപനത്തിൻ്റെ സ്വപ്നം എല്ലാ അർത്ഥത്തിലും പൂവണിയട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. ഈ സ്ഥാപനത്തെ കൊണ്ടു നടക്കുന്ന മനുഷ്യർ ഇതിൻ്റെ വരും കാലങ്ങളിൽ ഇതിനെക്കുറിച്ച് എന്തൊക്കെയോ ആഗ്രഹിക്കുന്നുവെങ്കിൽ
ആഗ്രഹങ്ങളെല്ലാം സഫലമാവട്ടെ. ഈ നാട്ടിലെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിലൊന്നായി നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇന്ത്യക്ക് തന്നെ വലിയ സംഭാവനകൾ നൽകാൻ കഴിയുന്ന ഒരു പ്രകാശ ഗോപുരമായി ഈ സ്ഥാപനത്തിന് ഉയർന്നു നിൽക്കാൻ അതിൻ്റെ ഭാവിയിൽ കഴിയട്ടെ എന്ന പ്രത്യാശയോടൊപ്പം ഞാനും ചേരുന്നു. എല്ലാ ആശംസകളും ഭാവുകങ്ങളും തരുന്നു. ഈ ദിവസം, വാർഷിക ദിവസം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ, രക്ഷിതാക്കളുടെ, അധ്യാപകരുടെ സ്മൃതി പഥങ്ങളിലെ ഏറ്റവും വർണ്ണാഭമായ ഒരു ദിവസമായി നിൽക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുകയാണ്. ഒരുപാട് ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇവിടുത്തെ പെർഫോമൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല ദിവസമായിരിക്കട്ടെ എന്ന ആശംസയോടെ ഞാൻ നിർത്തുന്നു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.